ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ബന്ധവ്ഗർ ടൈഗർ റിസർവ്, PM മുദ്ര യോജന, അസറ്റ് മാനേജ്മെന്റ് കമ്പനീസ്, റാംപ് സ്കീം. അപ്പോൾ അതിനകത്ത് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബന്ധവ്ഗർ ടൈഗർ റിസർവിനെ കുറിച്ചാണ്. ഈ ബന്ധവ്ഗർ ടൈഗർ റിസർവിനെ കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ 2021-23 കാലഘട്ടത്തിൽ ഏകദേശം 34ഓളം ടൈഗേഴ്സ് ഈ ഒരു ടൈഗർ റിസർവിൽ കൊല്ലപ്പെട്ടതായിട്ടുള്ള വാർത്തകൾ കുറച്ച് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇതിനെക്കുറിച്ചിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു SITയുടെ റിപ്പോർട്ടിനെ കുറിച്ചിട്ടുള്ള ഒരു വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 1 വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. മധ്യപ്രദേശിലെ ഉമാരിയ ഡിസ്ട്രിക്റ്റിനകത്ത് വിന്ധ്യ സത്പുര റേഞ്ചസിൻ്റെ ഇടയിലായിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടൈഗർ റിസർവാണ് ഈ ബന്ധർഗർ ടൈഗർ റിസർവ് എന്ന് പറയുന്നത്. ഇത് 1968 ഒരു നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ ഇത് ഒരേ സമയം ഒരു നാഷണൽ പാർക്കും ഒരു ടൈഗർ റിസർവും ആണെന്ന് മനസ്സിലാക്കുക. 68 ഇതൊരു നാഷണൽ പാർക്കായിട്ട് ഡിക്ലെയർ ചെയ്യപ്പെട്ടു. 93 ഇതൊരു ടൈഗർ റിസർവായിട്ട് ഡിക്ലെയർ ചെയ്യപ്പെടുന്നത്. ഇനി ഈ ഒരു പ്രദേശത്തിൻ്റെ ഒരു ടോപ്പോഗ്രഫി നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും വാലീസും ഹിൽസും അതുപോലെ തന്നെ പ്ലെയിൻസും ഒക്കെ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണിത്. പിന്നെ ഇവിടുത്തെ ഏറ്റവും അധികം ഐക്കോണിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ബന്ധർഗർ ഫോർട്ട് എന്ന് പറയുന്ന ഒരു കോട്ടയാണ്. ഈ ഫോർട്ടിൻ്റെ പേരിൽ നിന്നാണ്, അല്ലെങ്കിൽ ഈ കോട്ടയുടെ പേരിൽ നിന്നാണ് ഈ സ്ഥലത്തിന് ഈ പേര് കിട്ടിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ രാമായണമൊക്കെ ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ഉള്ള ഒരു കോട്ടയാണ് ഈ ബന്ധർഗർ ഫോർട്ട് എന്ന് പറയുന്നത്. ഇനി അവിടുത്തെ ഫോറസ്റ്റ് ടൈപ്പ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ പ്രധാനമായിട്ടുള്ളത് ട്രോപ്പിക്കൽ മോയിസ്റ്റ് ഡെസീഡിയർ ഫോറസ്റ്റ് ആണ്. പിന്നെ അവിടെ സാല്, അതുപോലെ തന്നെ മിക്സഡ് ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇനി അവിടുത്തെ ആനിമൽസ് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ടൈഗർ റിസർവ് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള ആനിമൽ സ്പീഷീസ് എന്ന് പറയുന്നത് റോയൽ ബംഗാൾ ടൈഗേഴ്സ് ആണ്. അപ്പോൾ അതിനകത്ത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെയും ലോകത്തിലെയും ഏറ്റവും അധികം ടൈഗർ പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള പ്രദേശമാണ് ഈ ബന്ധർഗർ ടൈഗർ റിസർവ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ടൈഗർ റിസർവ് ആണെന്ന് മനസ്സിലാക്കുക. ഇനി ഇവിടെ കാണാൻ സാധിക്കുന്ന മറ്റുള്ള പ്രധാനപ്പെട്ട സ്പീഷീസ് ഓഫ് അനിമൽസ് എന്ന് പറയുന്നത് ലെപ്പേർഡ്സ്, വൈൽഡ് ഡോഗ്സ്, വൂൾഫ്, ജാക്കൽ, ചിറ്റൽ, അതുപോലെ തന്നെ ബാർക്കിൻ ഡിയർ, അതുപോലെ നീൽഗായ്, ചിങ്കാര, വൈൽഡ് പിഗ്സ്, അതുപോലെ തന്നെ ചോസിങ്ക എന്നൊക്കെ പറയുന്ന ഒരു അനിമൽ ഉണ്ട്. ചോസിങ്ക എന്ന് പറയുന്ന ഒരു 4 ഹോൺഡ് മാനിൻ്റെ ഒക്കെ കാറ്റഗറിയിൽ പെടുന്ന ഒരു 4 കൊമ്പുള്ള ഒരു അനിമലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മറ്റുള്ള വൈൽഡ് അനിമൽസിനെയും ഈ ഒരു ടൈഗർ റിസർവിനകത്ത് കാണാൻ സാധിക്കും. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ പ്രധാനമന്ത്രി മുദ്ര യോജനയെക്കുറിച്ചാണ്. അപ്പോൾ ഈ PM മുദ്ര യോജനയുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു വാർത്ത ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 10 വന്നിട്ടുണ്ട്. അതായത് ഈ മുദ്ര യോജനയുടെ ഭാഗമായിട്ട് കൊടുത്തിട്ടുള്ള മുദ്രാ ലോണുകളുടെ NPA സ്റ്റാറ്റസിൽ അല്ലെങ്കിൽ NPA ആയിട്ട് മാറുന്ന മുദ്രാ ലോണുകളുടെ എണ്ണം 2023-24 സാമ്പത്തിക വർഷത്തിൽ വലിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു വാർത്തയുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഈ പ്രധാനമന്ത്രി മുദ്ര യോജന എന്ന് പറയുന്നത് 2015 ഏപ്രിൽ 8 ഇന്ത്യൻ ഗവൺമെൻറ് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണ്. അതായത് നമ്മുടെ ഇന്ത്യയിലുള്ള നോൺ കോർപ്പറേറ്റ്, നോൺ ഫാം, സ്മോൾ മൈക്രോ എൻ്റർപ്രൈസസിന് വേണ്ടിയിട്ട് അപ് ടു 10 ലക്ഷം രൂപ വരെ ലോണ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയായിട്ടാണ് ഈ PMMY അല്ലെങ്കിൽ പ്രധാനമന്ത്രി മുദ്ര യോജന പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. ഈ മുദ്ര എന്നുള്ളതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി ലിമിറ്റഡ് എന്നാണ്. ബേസിക്കലി ഈ ഒരു ഏജൻസിയാണ് ഈ മുദ്ര ലോണുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ചെയ്യുന്നത്. ഇതൊരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ PMMY സ്കീമിൻ്റെ ഭാഗമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഈ മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി ലിമിറ്റഡ് എന്ന് പറയുന്നത്. ബേസിക്കലി ഇന്ത്യയിലുള്ള മൈക്രോ യൂണിറ്റ്സ് എൻ്റർപ്രൈസസിനെ അതിൻ്റെ ഡെവലപ്മെൻറ്റിനും റീഫിനാൻസിങ്ങിനും വേണ്ടി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടാണ് ഇതിനെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബേസിക്കലി നമ്മുടെ ഇന്ത്യയിലുള്ള മാർജിനലൈസ്ഡ് ആയിട്ടുള്ള സോഷ്യോ എക്കണോമിക്കലി ഒക്കെ നെഗ്ലക്റ്റഡ് ക്ലാസ്സിൽ പെടുന്ന ആളുകൾക്കും കൂടി ഫിനാൻഷ്യൽ ഇൻക്ലൂസീവ്നെസ്സും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സപ്പോർട്ടൊക്കെ കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു ലക്ഷ്യമായിട്ട് പറയുന്നത്. ഇനി ഈ പറയുന്ന മുദ്ര സ്കീമിൻ്റെ ഭാഗമായിട്ട് 2-3 കാറ്റഗറി ഓഫ് ലോൺസ് അവൈലബിൾ ആണ്. അപ്പോൾ അതിനകത്ത് ഈ ഒരു സ്കീമിൻ്റെ ഭാഗമായിട്ട് അപ് ടു 10 lakh rupees വരെ ഈ സ്കീമിൻ്റെ ഭാഗമായിട്ടുള്ള മെമ്പർ ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും. മെമ്പർ ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കീമിൻ്റെ ഭാഗമായിട്ട് ലോണ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും. അതിനകത്ത് ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കുകളുണ്ട്, റീജിയണൽ റൂറൽ ബാങ്കുകളുണ്ട്, സ്മോൾ ഫിനാൻസ് ബാങ്കുകളുണ്ട്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് ഉണ്ട്, മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള മെമ്പർ ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അപ് ടു 10 lakh rupees വരെ കൊളാട്രൽ ഫ്രീ ആയിട്ട് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് നേരത്തെ പറഞ്ഞിട്ടുള്ള നോൺ കോർപ്പറേറ്റ്, നോൺ ഫാമിംഗ് കമ്പനീസിന് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചെറുകിട കച്ചവടക്കാർക്കൊക്കെ ലോണായിട്ട് കൊടുക്കും.
ഓക്കെ. അപ്പോൾ ഈ ലോൺ കൊടുക്കുന്നത് ഇൻകം ജനറേറ്റിംഗ് ആക്ടിവിറ്റീസിനാണ്. മാനുഫാക്ചറിങ്, ട്രേഡിങ്, അതുപോലെ തന്നെ സർവീസ് സെക്ടറിൽ ഉള്ള ഇൻകം ജനറേറ്റിംഗ് ആക്ടിവിറ്റീസിനും അതുപോലെ തന്നെ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള അലൈഡ് ആക്ടിവിറ്റീസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ അതിനൊക്കെയുള്ള അത്തരത്തിലുള്ള എൻ്റർപ്രൈസസിനാണ് ഈ ലോൺ കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി ഈ മുദ്ര ലോൺസ് 3 കാറ്റഗറി ഓഫ് ലോൺസ് ആണ് മുദ്രയുടെ കീഴിൽ വരുന്നത്. ഒന്നാമത്തത് ശിശു എന്ന് പറയുന്നതാണ്, രണ്ടാമത്തത് കിഷോർ, മൂന്നാമത്തത് തരുണാണ്. ഓക്കെ. അപ്പോൾ അതിനകത്ത് ശിശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50,000 രൂപ വരെയാണ് ഈ ശിശു കാറ്റഗറിയിൽ ലോൺ കിട്ടുക. കിഷോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ് ടു 5 lakh rupees വരെയാണ്, ഈ 50,000 തൊട്ട് അപ് ടു 5 lakhs വരെയാണ് കിഷോറിനകത്ത് വരുന്നത്. 5 lakhs തൊട്ട് 10 lakhs വരെയാണ് തരുണിനകത്ത് വരുന്നത്. ഓക്കെ. ഇനി ഈ പറയുന്ന മുദ്രയുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കേസാണ് മുദ്ര കാർഡ് എന്ന് പറയുന്നത്. ഈ മുദ്ര കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുദ്ര ലോണിൻ്റെ ബോറോവേഴ്സിന് അവരുടെ വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയിട്ട് ഒരു ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി കൊടുക്കുന്നതാണ് മുദ്ര കാർഡ് എന്ന് പറയുന്നത്. ഇത് ബേസിക്കലി ഒരു റൂപേ ബേസ്ഡ് ഡെബിറ്റ് കാർഡാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന മുദ്ര ലോൺ അല്ലെങ്കിൽ ഈ മുദ്ര സ്കീമിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, ATM നിന്നോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടിൽ നിന്നോ അല്ലെങ്കിൽ അവർക്ക് പർച്ചേസിംഗ് ഒക്കെ നടത്താൻ പറ്റും. അപ്പോൾ ഇതൊരു ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി പോലെയാണ് വർക്ക് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇത് ബേസിക്കലി അവർക്ക് അവരുടെ എമൗണ്ട് റീപേ ചെയ്യാനും ലോൺ എമൗണ്ട് റീപേ ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ അക്കൗണ്ടിൽ സർപ്ലസ് ക്യാഷ് ഉള്ള സമയത്ത് ബേസിക്കലി അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കാനൊക്കെ ഈ ഒരു മുദ്ര കാർഡ് സഹായിക്കും എന്നാണ് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കേസാണ് മുദ്ര ആപ്പ് അല്ലെങ്കിൽ മുദ്ര മിത്ര എന്ന് പറയുന്നത്. മുദ്ര മിത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുദ്ര ലോണിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. ഇപ്പോൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ ആപ്പിളിൻ്റെ ആപ്പ് സ്റ്റോറിലൊക്കെ വരുന്ന ഒരു മൊബൈൽ ഫോൺ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ മുദ്രയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ആപ്പിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതായത് ഈ മുദ്ര എന്ന് പറയുന്ന അല്ലെങ്കിൽ മൈക്രോ യൂണിറ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് റീഫിനാൻസിങ് ഏജൻസി ലിമിറ്റഡ് അവരുടെ ഡിഫറെൻറ്റ് പ്രൊഡക്റ്റുകൾ, സ്കീമുകൾ ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുകയാണ് ഈ മുദ്ര മിത്ര ആപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ മുദ്ര ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള അവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ, ഇപ്പോൾ അവരെ ബാങ്കറുമായിട്ട് കണക്ട് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ഈ പറയുന്ന മുദ്ര മിത്ര ആപ്പിൻ്റെ ഫീച്ചേഴ്സാണ്. ഓക്കെ. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനീസിനെ കുറിച്ചാണ്. സോ ഈ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനീസുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 13 ഒരു വാർത്ത വന്നിട്ടുണ്ട്. ഈ മാർക്കറ്റ് അബ്യൂസ് ഒഴിവാക്കണം ഈ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനീസിനോട് സെബി ആവശ്യപ്പെട്ടതായിട്ടുള്ള അല്ലെങ്കിൽ സെബിൻ്റെ ഒരു ഡയറക്ഷൻ വന്നതായിട്ടുള്ള ഒരു വാർത്ത വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇപ്പോൾ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ക്യാപിറ്റൽ മാർക്കറ്റിനകത്ത് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ ഈ പറയുന്ന മ്യൂച്വൽ ഫണ്ടുകൾ എന്നൊക്കെ പറയുന്നത് പോലെ പ്രവർത്തിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് കമ്പനീസാണ് ഈ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനീസ് എന്ന് പറയുന്നത്. അതായത് ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന്, ഓക്കെ, ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഫണ്ട് പൂൾ ചെയ്തുകൊണ്ട് ഇപ്പോൾ ഒരു അവരുടെ കയ്യിൽ നിന്ന് ഫണ്ട് വാങ്ങിച്ചിട്ട് അത് സെക്യൂരിറ്റീസിലും മറ്റുള്ള ഇക്വിറ്റീസിലോ അല്ലെങ്കിൽ ഈ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനിയാണ് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനീസ്. ഇപ്പോൾ ഒരാളുടെ കയ്യിൽ കുറേ പൈസ ഉണ്ട്, അയാൾക്ക് നേരിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ താല്പര്യമില്ല, അല്ലെങ്കിൽ അതിനുള്ള കേപ്പബിലിറ്റി ഇല്ലെങ്കിൽ, ഓക്കെ, വൈസായിട്ടുള്ള ഡിസിഷൻസ് ഒന്നും എടുക്കാൻ കേപ്പബിൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനീസിന് പണം കൊടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ ഫണ്ട് പൂൾ ചെയ്തിട്ട് അവർ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സെക്യൂരിറ്റീസിലും ബാക്കിയുള്ള ഇൻസ്ട്രുമെൻറ്റുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് ഒപ്റ്റിമൽ റിട്ടേൺ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് ഈ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിക്ക് വരുമാനം കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻവെസ്റ്റേഴ്സ് ഇതിന് പകരമായിട്ട് ഇവർക്ക് എന്ത് ചെയ്യണം, ഒരു ഫീ കൊടുക്കണം. അതാണ് ഇവരുടെ വരുമാനം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനീസ് സാധാരണഗതിയിൽ ഈ അവരുടെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് സമാഹരിച്ചിട്ടുള്ള ഫണ്ടുകൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക എന്ന് പറയുന്നത് വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോസിലാണ്. അപ്പോൾ ഈ ഡൈവേഴ്സ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഹൈ റിസ്ക് ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ ലോ റിസ്ക് ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഉണ്ടാവും. ഉദാഹരണത്തിന് ഗവൺമെൻറ് സെക്യൂരിറ്റീസിനകത്ത് അവർ ഇൻവെസ്റ്റ് ചെയ്യും, അത് ലോ റിസ്ക് ആണ്, പക്ഷേ അതിൻ്റെ റിട്ടേൺസ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. പക്ഷേ അതേസമയം ഇക്വിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഹൈ റിസ്ക് ആണ്, പക്ഷേ അതേസമയം പൊട്ടൻഷ്യൽ റിട്ടേൺസിനുള്ള സാധ്യതയും കൂടുതലായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഡൈവേഴ്സ് ഗ്രൂപ്പ് ഓഫ് പോർട്ട്ഫോളിയോസിൽ ഇവരിതിൻ്റെ ഭാഗമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും. അത് സ്റ്റോക്ക് ആവാം, ഡെപ്റ്റ് ആവാം, ഇപ്പോൾ ഈ ബോണ്ട് ഡിബഞ്ചർ പോലുള്ള ഡെപ്റ്റ് ആവാം, റിയൽ എസ്റ്റേറ്റ് ആവാം, ഷെയറുകളാവാം, ബോണ്ടുകളാവാം, പെൻഷൻ ഫണ്ടുകളാവാം, ഓക്കെ, ഇതൊക്കെ ആവാം. ഇതാണ് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനീസിൻ്റെ ബിസിനസ് മോഡൽ എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിൽ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനീസിനെ റെഗുലേറ്റ് ചെയ്യുന്നത് സെബി ആണെന്ന് മനസ്സിലാക്കുക.
സോ ഇനി അവസാനമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് റാമ്പ് സ്കീമിനെ കുറിച്ചാണ്. സോ അപ്പോൾ ഈ സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഇന്നലത്തെ PIB-ക്കകത്ത് ഒരു ആർട്ടിക്കിളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ ഈ റാമ്പ് അഥവാ റൈസിംഗ് ആൻഡ് ആക്സലറേറ്റിംഗ് MSME പെർഫോമൻസ് പ്രോഗ്രാം എന്ന് പറയുന്നത് ലോക ബാങ്കിൻ്റെ സഹായത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ വേൾഡ് ബാങ്ക് അസിസ്റ്റൻസോട് കൂടിയിട്ട് ഇന്ത്യയിൽ മിനിസ്ട്രി ഓഫ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ്. ഓക്കെ, അപ്പോൾ ഈ പദ്ധതി ലോഞ്ച് ചെയ്തിട്ടുള്ളത് 2022 ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ പദ്ധതിയുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ MSME സെക്ടറിനെ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിൻ്റെ പെർഫോമൻസിനെ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ലോക ബാങ്കിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് നടപ്പിലാക്കുന്നത് മനസ്സിലാക്കുക. ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഏജൻസി മിനിസ്ട്രി ഓഫ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് ആണ്. 5 വർഷക്കാലത്തേക്കാണ് ഈ പദ്ധതി ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത്. 2022-23 കാലഘട്ടം തൊട്ട് 26-27 സാമ്പത്തിക വർഷം വരെ ആയിരിക്കും ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇനി ഇതിനകത്ത് വേൾഡ് ബാങ്കിന്റെ അസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു റിസൾട്ട് ബേസ്ഡ് ഫണ്ടിങ് ആണ് വേൾഡ് ബാങ്കിൽ നിന്ന് ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് ഇന്ത്യക്ക് കിട്ടുക. ഇത് അതുപോലെ തന്നെ ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട മറ്റൊരു കേസ്, ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള അസിസ്റ്റൻസിന് എലിജിബിൾ ആവാനുള്ള ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ്, ഏതൊക്കെ തരത്തിലുള്ള MSME കമ്പനീസിനാണ് അല്ലെങ്കിൽ എന്റർപ്രൈസസിനാണ് ഇതിന്റെ ധനസഹായം കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ 2006 ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള ഒരു MSME ഡെവലപ്മെന്റ് ആക്ട് ഉണ്ട്. ആ MSME ഡെവലപ്മെന്റ് ആക്ടിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള MSMEസിനാണ് ഇതിന്റെ ബെനിഫിറ്റ് കിട്ടുക. അതുപോലെ തന്നെ ഒരു അടുത്തൊരു കണ്ടീഷനായിട്ട് പറയുന്നത് ഇത്തരത്തിലുള്ള MSMEസിന് വാലിഡ് ആയിട്ടുള്ള ഒരു ഉദ്യോഗ് ആധാർ നമ്പർ ഉണ്ടായിരിക്കണം. ഇനി ഈ പറയുന്ന പദ്ധതിയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ, ഇതിനകത്ത് ഒരുപാട് ഒബ്ജക്റ്റീവ്സ് പറയുന്നുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു 4-5 ഒബ്ജക്റ്റീവ്സ് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന്, നമ്മുടെ ഇന്ത്യയിലെ MSMEസിന് മാർക്കറ്റ് ആൻഡ് ക്രെഡിറ്റ് ആക്സസ്, അവരുടെ മാർക്കറ്റ് ആൻഡ് ക്രെഡിറ്റ് ആക്സസ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ഈ MSMEസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഗവേണൻസ്, ഈ 2 കാര്യങ്ങളും സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ലെവലിൽ സ്ട്രെങ്തൻ ചെയ്യുക. മൂന്നാമതായിട്ട് ഈ MSME സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടുള്ള സെൻട്രൽ സ്റ്റേറ്റ് ലിങ്കേജ് ഇംപ്രൂവ് ചെയ്യുക. നാലാമതായിട്ട് പറയുന്നത് ഡിലേഡ് പേയ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇഷ്യൂസ് അഡ്രസ് ചെയ്യുക. അഞ്ചാമതായിട്ട് പറയുന്നത് ഗ്രീനിങ് MSME ആണ്. അവസാനമായിട്ട് പറയുന്നത് വുമൺ ഓൺഡ് MSMEസിനുള്ള അവർക്കുള്ള ഗ്യാരണ്ടീസ് സ്കെയിലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇതൊക്കെയാണ് ഈ പറയുന്ന റാമ്പ് സ്കീമിന്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.